ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതുപോലെ കുറച്ച് കടലയും ഇനി അതിലേക്ക് അത്യാവശ്യം ഒരു വലിയ ടേബിൾ സ്പൂണോളം നമ്മുടെ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. നല്ല പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം നമ്മുടെ കടലയുണ്ടല്ലോ, കടല, അതായത് ഈ കടല വേണമെങ്കിലും എടുക്കാം, പിന്നെ വെള്ളക്കടലയും എടുക്കാം. അത് നന്നായിട്ട് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തതാണ്. അപ്പം കുതിർന്ന് വന്നപ്പോഴേ ഇത് അരക്കപ്പിലും കൂടുതലുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൗഡർ ഞാൻ ഈ ചേർത്തിക്കുന്ന ടേബിൾ സ്പൂൺ അത്യാവശ്യം വലുതായിരുന്നു. നമ്മുടെ സാധാരണ ടേബിൾ സ്പൂണിന്റെ കണക്കാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കണം. ഇനി ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്ത് വെക്കുന്നത്. കുക്കറിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം തുവരപ്പരിപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 6-7 നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ്, എല്ലാം ഒന്ന് വലുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയോ കുറയ്ക്കാൻ ഇനിയൊന്നുമില്ല, കൂട്ടാം. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്ക് നമ്മുടെ കടലേന്റെ മിക്സ് അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ പൊടിയും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ കടലയും ഇതെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് സാമ്പാർ പൗഡർ ചേർത്താലും മതി. ഞാൻ വീഡിയോ എടുക്കേണ്ടതായത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പം ഇനി അതിനാരും എന്നെ കമന്റ് ഇട്ട് കൊല്ലാൻ നിൽക്കേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ മിക്സ് ആക്കി ആ ബൗളിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരും ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കുക്കർ ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു ദോശയും കൂടെ കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റന്റ് ദോശയാണ്. അപ്പോൾ അതിനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പോളം റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം ദോശമാവാണ്. ഇന്നലത്തെ ദോശമാവാണ് കേട്ടോ. അപ്പൊ 1 കപ്പ് തികയൂല്ല ഇവിടുന്ന് ഉണ്ടാക്കാൻ രാവിലെ കാപ്പിക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. ഇനി 1 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് റവ ആയതിന്റെ പേരിൽ തന്നെ ഈ വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്ത് എടുക്കും. കുറച്ച് നേരം നമുക്കിതൊന്ന് കുതിരാനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ദാണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ആ വെള്ളം മൊത്തം റവ അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അപ്പൊ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് ഒരു സ്പൂണ് വെച്ചിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ദാണ്ട ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ദാണ്ട ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ ദാണ്ട നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെയാണ്. നമ്മുടെ ദോശമാവിന്റെ കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം, നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ കുക്കറിൽ ഒരു സംഭവം വേവാൻ വെച്ചിരുന്നായിരുന്നു. അത് വെന്ത് അതിന്റെ സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം.
ഇപ്പൊ ദാണ്ടേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഇട്ട് കൊടുത്ത കടലയും തുരപ്പരിപ്പും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്നങ്ങ് ഉടച്ചെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം ഉടച്ചെടുക്കാം കേട്ടോ. ചിലർക്ക് ഈ ഉടച്ചെടുത്ത സാമ്പാർ അത്ര ഇഷ്ടമല്ല. പക്ഷേങ്കിൽ എനിക്ക് നല്ല ഇതെല്ലാം കുഴഞ്ഞ് കിടക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് എന്തായാലും ഒന്ന് ഉടച്ചെടുക്കും. അപ്പൊ അതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്ന് കരുതി നന്നായിട്ട് ഒരുപാട് അങ്ങ് മാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കടലയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണേ, ഉരുളക്കിഴങ്ങും ചെറുതായിട്ടൊക്കെ കടിക്കാൻ കിട്ടണം. ആ രീതിയിൽ മാഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുഞ്ഞു താളിപ്പ് വേണം. അതിന് ഞാനൊരു ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടലപ്പരിപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ നമ്മുടെ സാമ്പാറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഞാൻ ഈ സാമ്പാർ ഒന്നും ഉണ്ടാക്കുമ്പോൾ താളിപ്പ് ചേർക്കാറില്ല, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു താളിപ്പ് ചേർത്തതേ ഉള്ളൂ. അപ്പൊ താളിപ്പ് ചേർക്കാതെ വേണമെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ദാണ്ടേ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഈ കടലയൊക്കെ ഇട്ട് സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തിയുമാണ് സാമ്പാർ. ഈ കടലയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഇതിനകത്തിട്ട് കഴിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ദോശയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ദോശേൻ്റെ ബാറ്റർ റെസ്റ്റ് ആക്കാൻ വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കുമെന്ന് കൺഫ്യൂഷനോടെ നിൽക്കുന്നവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അത്. നമ്മൾ ഇതിലേക്ക് ദോശമാവ് ചേർക്കുന്നതിന് പകരം കുറച്ച് തൈര് ആഡ് ചെയ്താലും മതി, ദോശമാവ് ചേർക്കണം എന്ന് തന്നെ ഇല്ല. അപ്പോൾ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒഴിച്ച് ചുറ്റിച്ച് ഒരു ഭാഗം ഒന്ന് റെഡിയാകുമ്പോഴേക്കും തിരിച്ചിട്ട് ആ ഭാഗവും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്, നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ദോശയും കൂടെ ഞാൻ ചുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. ഇപ്പൊ ദാണ്ട് ആ ദോശയും ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോ നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇനി ആ ഒരു ഭാഗവും കൂടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. അപ്പം ഇതുപോലെ എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുത്തിട്ട് കൊണ്ടുവരാം ഞാന്. അപ്പൊ അതാണ്ട് ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വൈകാതെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ സാമ്പാറും ഇതുപോലൊരു ദോശ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.